അരിക്കുളത്ത് കൂടിയോ? തുറയൂര് തിരിച്ചു പിടിച്ചോ? ചക്കിട്ടപ്പാറ 25 കൊല്ലം കഴിഞ്ഞ് പിടിച്ചോ? ചങ്ങരോത്ത് തിരിച്ചു പിടിച്ചോ? കൂത്താളി തിരിച്ചു പിടിച്ചോ? പേരാമ്പ്ര തിരിച്ചു പിടിച്ചോ? എന്ന് എണ്ണിക്കോ. പ്രതിപക്ഷ നേതാവിന് വാക്ക് കൊടുക്കുന്നു. പേരാമ്പ്രയിൽ UDFന്റെ MLA ഉണ്ടാകും. വാക്കല്ലേ? കേരളത്തില് 2 യാത്രകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ. ഒന്ന് UDFന്റെ നേതൃത്വത്തിലുള്ള പുതുയുഗ യാത്രയാണ്. മറ്റൊന്നെന്ന് പറയുന്നത് വികസന യാത്ര, വികസന മുന്നേറ്റ യാത്ര എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മുകളിൽ ഈ പറയുന്ന ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ മാറുന്നുണ്ട്. അപ്പോൾ ഈ UDFന്റെ പുതുയുഗ യാത്ര അത് വല്ലാത്തൊരു തരംഗമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അതിങ്ങനെ വന്ന് കാസർഗോഡ് നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് കോഴിക്കോടും കഴിഞ്ഞ് മലപ്പുറത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് അത് കടന്നെത്തി നിൽക്കുമ്പോൾ അതിലുള്ള ജനപങ്കാളിത്തം വളരെ ശ്രദ്ധേയമാണ് എന്നുള്ളതാണ്. ആ ജനപങ്കാളിത്തത്തിൽ കലിപൂണ്ട പലരുമാണ് കഴിഞ്ഞ ദിവസം തിക്കും തിരക്കും ഉന്തലും തള്ളലും നീരസം എന്നൊക്കെ പറഞ്ഞ് പല തലക്കെട്ടുകളും നൽകിയത്. നിങ്ങളിപ്പോൾ ഷാഫി പറമ്പിൽ സംസാരിക്കുന്നത് കണ്ടത് കഴിഞ്ഞ ദിവസത്തെ പേരാമ്പ്രയിൽ എന്ന് പറഞ്ഞാൽ പേരാമ്പ്രയിൽ പ്രത്യേകം എടുത്ത് പറയുന്നതിനുള്ള കാരണം ഷാഫിയുടെ ചോര വീണ മണ്ണിൽ ഷാഫി പറമ്പിലിനെ കായികമായി നേരിടാൻ സർക്കാർ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട്, അതല്ലെങ്കിൽ LDF തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട്, അതല്ലെങ്കിൽ CPM തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് കാക്കിയിട്ട് DYFയുടെ ഗുണ്ടുകളെ കൊണ്ട് ഷാഫി പറമ്പിലിനെ മൂക്കടിച്ച് പൊട്ടിച്ച പേരാമ്പ്രയിൽ നിന്ന് നിങ്ങൾ കണ്ട ഒരു ദൃശ്യമാണത്. എന്തൊരു വല്ലാത്തൊരു ദൃശ്യം, രോമാഞ്ചമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ദൃശ്യമാണത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. LDFന്റെ കൺവീനർ, CPMന്റെ മുതിർന്ന നേതാവ് ഒക്കെ ആയിട്ടുള്ള TP രാമകൃഷ്ണന്റെ മണ്ഡലമാണ് പേരാമ്പ്ര. ആ പേരാമ്പ്രയിൽ, ഇതിപ്പോൾ പേരാമ്പ്രയിൽ മാത്രമൊന്നല്ല ഇങ്ങനെയുള്ളത് കേട്ടോ, ഇതിപ്പോൾ എവിടെ ചെന്നാലും ഈ പുതുയുഗ യാത്ര ഇതുവരെ പര്യടനം നടത്തിയ ഏത് മേഖലകളിൽ ചെന്നാലും വല്ലാത്ത രീതിയിലുള്ള ഒരു ഗംഭീര ജനക്കൂട്ടം, ജനബാഹുല്യം, ജനസഞ്ചയത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. ഷാഫി ആണെങ്കിലോ എവിടെ ചെന്നാലും ജനങ്ങളെ കയ്യിലെടുക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജനതക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം അവർക്ക് നൽകിക്കൊണ്ട് തന്നെയാണ് ഷാഫി ആണെങ്കിലും VD സതീശനാണെങ്കിലും ഒക്കെ ആ യാത്രയെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു ആവലാതി വെപ്രാളം ഒക്കെ LDF ക്യാമ്പിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം LDFനെ സംബന്ധിച്ചിടത്തോളം 10 വർഷം 2 ടേം ഭരിച്ചിട്ട് ഇനി 3ാമതൊരു ടേമിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ പിണറായി വിജയൻ മാറി നിന്നതാ ഈ യാത്ര നയിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങ് മലബാർ മേഖലകളിൽ ഗോവിന്ദനെ പിടിച്ചേൽപ്പിച്ചു കൊടുത്തു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബിനോയ് വിശ്വത്തെയും, ഇനി കുറച്ചുകൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ജോസ് കെ മാണിയെയും ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ പിണറായി വിജയൻ മാറി നിന്നതാ. കാരണം പിണറായി വിജയന് നല്ല ബോധ്യമുണ്ട്. ഇപ്പം ഇത് ഏതുപോലെ ആയി എന്ന് ചോദിച്ചാൽ ഇവരൊരു ഗൃഹസമ്പർക്ക പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. വീടുകളിൽ കയറിപ്പോവുക. അപ്പോൾ ആരോ AKG സെൻറ്ററിൽ ഇരിക്കുന്ന ഒരു കിണറയിലും ഉണ്ടല്ലോ, ആ കിണറയിൽ പറഞ്ഞു കൊടുത്തു ഗൃഹസമ്പർക്കത്തിന് പോയി കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾ ആ വീട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഉടനടി ചെല്ലേണ്ടത് ആ വീടിൻ്റെ കിച്ചണിലേക്കായിരിക്കണം. എന്നിട്ട് അവിടെ പാത്രം കഴുകാനുണ്ടെങ്കിൽ അത് കഴുകി കൊടുക്കുക, മീൻ വെട്ടാനുണ്ടെങ്കിൽ അത് വെട്ടിക്കൊടുക്കുക, തുണി അലക്കാനുണ്ടെങ്കിൽ അത് കഴുകി കൊടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. കൊച്ചിൻ്റെ ഡയപ്പർ മാറ്റാനുണ്ടെങ്കിൽ, അപ്പി കോരാനുണ്ടെങ്കിൽ, ക്ലോസറ്റ് കഴുകാനുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന്. അങ്ങനെ കിണറേലു പറഞ്ഞതനുസരിച്ചാണ് പിണറായി വിജയൻ ഡൽഹിയിലിരിക്കുന്ന ബേബി സഖാവിനെ വിളിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഈ പാത്രം കഴുകുന്ന ഏർപ്പാട് തുടങ്ങി വെച്ചത്. ഇപ്പോൾ പാത്രം കഴുകി അവസാനം എല്ലാ കഴിവലും കഴിഞ്ഞ് കക്കൂസ് കഴിവലും കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെക്കൊണ്ട് ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്.
വീടുകളിലെ സഖാക്കന്മാർ വന്നപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ആ നിങ്ങൾ വന്ന് കയറിക്കോ, കഴുകിക്കോ, പാത്രമാണെങ്കിൽ പാത്രം, തുണിയാണെങ്കിൽ തുണി, അപ്പി കോരലാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി. അപ്പോൾ ജനങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഇവർ കരുതി, ഓ ഇല്ല, രക്ഷപ്പെട്ട് നമ്മൾ, അവസാനത്തെ കച്ചിത്തുരുമ്പ, ഇതിലൂടെ നമുക്ക് പിടിച്ച് കയറാമെന്ന് ഇവർ കരുതി. പക്ഷേ ജനം കരുതിയത് എന്താ, ഇവന്മാർക്കിട്ടൊരു പണി കൊടുക്കണം, എച്ചിൽ കഴുകിയിട്ട് ഇറങ്ങി പോകട്ടെ, നമുക്ക് ഒരു നേരത്തെങ്കിലും ആ ഒരു പണി കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ജനം ആ കഴുകിക്കോ എന്ന് പറഞ്ഞു. അതാ സംഭവിച്ചത്. ഇപ്പോൾ ഈ ഗൃഹസമ്പർക്കം പാളി എന്ന് CPM തിരിച്ചറിഞ്ഞതപ്പോഴാ ഈ ജാഥ തുടങ്ങിയപ്പോൾ. വികസന മുന്നേറ്റ ജാഥ തുടങ്ങുന്നു, അതിന് തൊട്ടു പിന്നാലെ സതീശൻ്റെ പുതുയുഗ യാത്രയും തുടങ്ങുന്നു. ഇത് രണ്ടും തുടങ്ങിയപ്പോൾ ഗോവിന്ദന് കാര്യം മനസ്സിലായി, വിജയനും മനസ്സിലായി കാര്യങ്ങൾ. ഇന്നലെ കണ്ടില്ലേ, ഒരു ജനപ്രതിനിധി, അതും CPMൻ്റെ ജനപ്രതിനിധി ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ മാറി നിൽക്കുക അങ്ങോട്ട് എന്ന്. ഇതിനൊക്കെ ഉള്ളത് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ ഇന്നലെ നോക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, പമ്പയിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം. ആ ആഗോള അയ്യപ്പ സംഗമത്തിൽ പിണറായി വിജയന് കിടക്കാൻ വേണ്ടി പുതിയ കട്ടില്, പുതിയ ബെഡ്. മഹാരാജാവ് മറ്റൊരാൾ കിടന്ന കട്ടിലിൽ കിടക്കൂല. എന്താണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പുതിയ കട്ടിലും പുതിയ ബെഡും. മഹാരാജാവ് ഒരാൾ കിടന്ന കിടക്കയിൽ ബെഡിൽ കിടക്കൂല എന്നാണ് പറയുന്നത്. വല്ലാത്തൊരു. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ മഹാരാജാവ് പലപ്പോഴും ഈ വിദേശ യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പുറത്ത് വന്നത് നമ്മൾ ഞെട്ടും. അവിടെ പോയിട്ടും ഇതുപോലെ അവർ കിടന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ മറ്റുള്ളവർ കിടന്ന കിടക്കയിൽ കിടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാവുക. അപ്പം അതിനനുസരിച്ച് വിദേശത്ത് പോയിട്ടും ഇതുപോലെ നികുതി പണം പൊടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ജനം, ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞു, ജനം ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ വിജയൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് ഇറങ്ങടാ വിജയ എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരവസരത്തിന് വേണ്ടി ജനം കാത്തിരിക്കുകയാണ്. ആ അവസരം എന്ന് പറയുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയൻ കടക്ക് പുറത്ത് എന്നും മാറി നിൽക്കങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരായ ജനങ്ങളോട് ആക്രോശിച്ചതിലും കഠിനമായിരിക്കും വിജയനോട് ജനം പറയാൻ പോകുന്നത്. കടക്ക് പുറത്ത് വിജയ എന്ന് പറഞ്ഞ് ജനം അടിച്ചിറക്കും ഈ വ്യക്തിയെ. അത്രമാത്രം നെറികെട്ട, കഴിവ് കെട്ട, പരാജയമായ, ഭൂലോക പരാജയമായ ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇതിലും വലിയ ഒരു ഭൂലോക തോൽവി വരാനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഭാവിയിലെ കാര്യമാണ്. പക്ഷേ നമ്മൾ കണ്ട ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഇതുവരെ അടയാളപ്പെടുത്തിയ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല, ഇത്രയും ഭൂലോക തോൽവിയായ മുഖ്യമന്ത്രി. പിണറായി വിജയൻ എവിടെയാ തെറ്റിയതെന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ പിണറായി വിജയന് രണ്ടാമത്തെ ടേമിൽ, രണ്ടാം തവണയും മുഖ്യമന്ത്രി ആയപ്പോൾ പിണറായി വിജയൻ ആ ഒരു സമയത്തോടു കൂടി, രണ്ടാം തവണയും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയതോടു കൂടി പിണറായി വിജയന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ ചുറ്റിലും മുട്ടിലിഴഞ്ഞുള്ള സ്തുതിപാഠകരുടെ എണ്ണം കൂടി. പിന്നെ ആ സ്തുതിപാഠകത്തിൽ ഈ പിണറായി വിജയൻ വീണുപോയി എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ടൊന്നും പിണറായി വിജയൻ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിച്ചിട്ടില്ല. ഈ സ്തുതിപാഠകർ എന്താണോ മന്ത്രിച്ച് നൽകുന്നത് അത് മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നത്. അവിടെ മുതൽ വിജയന് മറ്റൊരു പ്രതീതി ഉണ്ടായി. അതുവരെ മുഖ്യമന്ത്രിയാണ് താൻ, 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് എന്നൊക്കെയുള്ള ഒരു ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ടാം ടൈമിലും മുഖ്യമന്ത്രി ആയതോടുകൂടി താൻ രാജാവാണ്, താൻ ഹോൾസെയിൽ തന്തയാണ് കേരളത്തിൻ്റെ എന്നുള്ള ഒരു പ്രതീതിയിലേക്ക് പിണറായി വിജയൻ്റെ മെൻറ്റാലിറ്റി മാറി എന്നുള്ളതാണ്. അതോടുകൂടി താൻ എന്ത് ചെയ്താലും തന്നെ ആരും ചോദ്യം ചെയ്യില്ല എന്നുള്ള ഒരു ചിന്താഗതി ഇയാളിൽ ഉടലെടുത്തു. അവിടെ മുതലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. എന്തൊക്കെയാണെങ്കിലും UDFൻ്റെ ഈ പുതുയുഗ യാത്ര അത് വലിയ ജനമുന്നേറ്റമാവുകയാണ്. ഈ CPMൻ്റെ കോട്ടകളെന്ന് പറയുന്ന ഇടങ്ങൾ, ആ കോട്ടകളിലാണ്
വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടായ ഇടങ്ങളെന്ന് പറയുന്നത് ഷാഫി പറമ്പിലിൻ്റെ വടകര. എല്ലായിടത്തും വലിയ പ്രതിഫലനങ്ങളാണ് കേട്ടോ, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലായിടത്തും പോകുന്നിടത്തൊക്കെ വലിയ പിന്തുണയും വലിയ ജനപങ്കാളി. അതിൽ ഷാഫി പറമ്പിലിൻ്റെ മണ്ഡലമായ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് മണ്ഡലമായ വടകരയിൽ ഉൾപ്പെടുന്ന തലശ്ശേരി, കൂത്തുപറമ്പ്, കുറ്റ്യാടി, വടകര, നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി, അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും ഒരു ഷാഫി എഫക്റ്റ് എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഇടങ്ങളിലൊക്കെ വലിയ ഒരു മത്സരമാണ് ഉണ്ടായത്. തങ്ങളുടെ ജനപ്രതിനിധിക്ക് ഒരു 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 കുറവും തോന്നരുത് എന്നുള്ള ആവേശത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിന് പുറത്താണ് ജനം ഈ ഇടങ്ങളിലൊക്കെ തടിച്ചുകൂടിയത് എന്നുള്ളതാണ് അതിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ യാത്രയെത്തുമ്പോൾ, പുതുയുഗ യാത്രയെത്തുമ്പോൾ അവരോടൊപ്പം ഷാഫിയും അവരെ ഒന്നുകൂടി ആവേശത്തിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാവരെയും കയ്യിലെടുക്കാൻ അയാൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. അയാൾ സംസാരിക്കാൻ, ഷാഫി സംസാരിക്കണമെന്ന് സദസ്സിൽ നിന്ന് ജനങ്ങൾ ആർത്തിരമ്പി വിളിച്ചു കൂവുകയാണ്. ഷാഫി ആണെങ്കിലോ 2-3 മിനിറ്റ് സംസാരിക്കും. ആ 2-3 മിനിറ്റിൽ ആമുഖങ്ങളൊന്നുമില്ല, പറയാനുള്ളത് പറഞ്ഞാണ് തുടങ്ങുന്നത്. ആ കൂട്ടത്തിൽ പേരാമ്പ്രയിൽ ഇന്നലെ കണ്ട കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത്, തിങ്ങി നിറഞ്ഞ വേദിയിൽ നിന്നുകൊണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഗോവിന്ദന്, AKG സെൻറ്ററിൽ ഇരിക്കുന്ന കിണറുവലുവിന് ഒക്കെ വലിയ 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 രീതിയിലുള്ള പദ്ധതികൾക്ക് ആവിഷ്കരിക്കാൻ ഷാഫിക്കെതിരെ, എല്ലാം ഷാഫിക്കെതിരെയാണല്ലോ. എന്ത് സംഭവിച്ചാലും എല്ലാം ഷാഫിയിലേക്ക് എത്തിക്കാനാണ് ശ്രമം. എന്താ കാരണം? ഇവരുടെ കോട്ടകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 20, 25, 30 വർഷങ്ങളായിട്ട് കോട്ടകളാക്കി കൊണ്ട് നടന്നിരുന്ന പലയിടങ്ങളും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഷാഫി പറമ്പിൽ എന്നുള്ളതാ. അതാണ് എല്ലാ വിരലുകളും നീളുന്നത് ഷാഫിയിലേക്കാണ്. പക്ഷേ ജനം അയാളെ ഇങ്ങനെ പ്രതിരോധിച്ച് മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.